ചിങ്ങം പിറന്നപ്പോൾ കല്യാണമേളമാണ് മലയാള സിനിമാ ലോകത്ത്. ഉപ്പുമുളകും താരം മുടിയൻ്റെയും ഗായിക ദുർഗാ വിശ്വനാഥിൻ്റെയും വിവാഹ വാർത്തകൾക്ക് പിന്നാലെ ഇപ്പോഴെത്തിയിരിക്കുന്നത് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയയുടെ കല്യാണമാണ്. കോവളത്തെ സ്വകാര്യ റിസോർട്ടിൽ അതീവ രഹസ്യമായി നടത്തിയ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിഗംഭീരമായി ഒരുക്കിയ വിവാഹപ്പന്തലും അതീവ സുന്ദരികളായി ഒരുങ്ങിയ അഹാനയെയും അനുജത്തിമാരായ ഇഷാനിയെയും ഹൻസികയെയും അമ്മ സിന്ധു കൃഷ്ണകുമാറിനെയും എല്ലാം ഈ ദൃശ്യങ്ങളിൽ കാണാം. ലൈറ്റ് ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള സാരികളും ധാവണി വസ്ത്രങ്ങളുമാണ് അഹാനയും അനുജത്തിമാരും അണിഞ്ഞിരിക്കുന്നത്. 3 മാസത്തോളം നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ ഒരുക്കിയെടുത്ത വിവാഹ വസ്ത്രങ്ങളാണ് ഇവർ അണിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കല്യാണത്തിനണിയേണ്ട സ്വർണ്ണമടക്കം മൂവരും ദിവസങ്ങളോളം നീണ്ട സെലക്ഷനുകൾക്കൊടുവിലായിരുന്നു അന്തിമമായി തീരുമാനിച്ച് വാങ്ങിയത്. താമരപ്പൂവിൻ്റെ നൈർമല്യതയോടെയാണ് കൃഷ്ണകുമാറിൻ്റെ മക്കളെല്ലാം ഒരുങ്ങിയിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയുമായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ മാത്രം പങ്കെടുത്ത ഏതാണ്ട് 25ഓളം ആളുകൾ മാത്രമെത്തിയ വിവാഹമായിരുന്നു കോവളത്തെ റിസോർട്ടിൽ വെച്ച് നടന്നത്. കല്യാണം മുഴുവൻ സ്വന്തം ചെലവിലാണ് ദിയ ഒരുക്കിയത്. അതിനായി അച്ഛനെയും അമ്മയെയും യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. വിവാഹവും വസ്ത്രവും സ്വർണവും അടക്കം എല്ലാം സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ കാശിനാണ് ദിയ വാങ്ങിയത്. കല്യാണ ചെലവും എല്ലാം ദിയ സ്വയമാണ് നിർവഹിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് 20 ലക്ഷത്തോളം രൂപയുടെ പുതിയ കാറും ദിയ വാങ്ങിയിരുന്നു. വിവാഹശേഷം ഇരുവരും പുതിയ ഫ്ലാറ്റിലേക്കാണ് താമസം മാറുന്നതും. അങ്ങനെയെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് സ്വയം ഒരുക്കിയാണ് ദിയ വിവാഹിതയായിരിക്കുന്നത്. നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെ 4 പെൺമക്കളിൽ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ എന്ന ഓസി. ചേച്ചി അഹാന കൃഷ്ണ കരിയറിൽ ശ്രദ്ധിക്കുമ്പോഴാണ് ദിയ കൃഷ്ണ വിവാഹിതയായിരിക്കുന്നത്. ആർഭാടങ്ങൾ ഒട്ടുമില്ലാതെയാകും വിവാഹമെന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. പെൺമക്കളുടെ വിവാഹം അവർ തന്നെ നോക്കിക്കൊള്ളുമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞതും. പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൃഷ്ണകുമാറിനും സിന്ധുവിനും നിരവധി തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ചോദ്യങ്ങൾ ഭയന്ന് മക്കളെ വിവാഹത്തിന് നിർബന്ധിക്കുകയോ അവരുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുകയോ ചെയ്യുന്ന അച്ഛനും അമ്മയുമായിരുന്നില്ല കൃഷ്ണകുമാറും സിന്ധുവും. മക്കൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകുന്ന, അവരുടെ കൂടെ എന്തിനും ഏതിനും നിൽക്കുന്ന അച്ഛനും അമ്മയും തന്നെയാണ് രണ്ടുപേരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ദിയ തൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോഴും അച്ഛനും അമ്മയും എന്ന നിലയിൽ അവർ സമ്മതം മൂളുകയായിരുന്നു. ആദ്യം വിവാഹത്തെക്കുറിച്ച് മകൾ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല എങ്കിലും അശ്വിനും ദിയയും സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയതോടെ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. പിന്നെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി. സെപ്റ്റംബറിൽ വിവാഹം ഉണ്ടാകുമെന്നല്ലാതെ എന്ന്, എപ്പോൾ, എവിടെ വെച്ച് എന്ന കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. എല്ലാം സസ്പെൻസാക്കി വെച്ചിരിക്കുകയായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.